ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 10ാം ക്ലാസ്സിന് മുത്തുമണികളെ, നമ്മുടെ ആനുവൽ എക്സാമിന് ചിലപ്പോൾ നമ്മളെ കുഴപ്പിക്കാൻ പാകത്തിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠഭാഗമാണ് CM മുരളീധരൻ്റെ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും, അല്ലേ? വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. ഈ പാഠഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മറ്റു പാഠഭാഗങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വിരക്തി തോന്നാവുന്ന ഒരു പാഠഭാഗമാണ്. കാരണം ഇതൊരു ലേഖനമാണ്. വിജ്ഞാന ഭാഷ വൈജ്ഞാനിക സമൂഹം കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ ആകുന്നുണ്ടാവും, അല്ലേ? ഇതെന്താണ് ഇപ്പം, ഒരുപാട് പഠിക്കാനുണ്ടോ, ഗാഹമായി പഠിക്കാനുണ്ടോ ചിന്തകൾ വരും. പക്ഷേ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മളത് എളുപ്പത്തിൽ ഒന്ന് പഠിച്ച് സെറ്റാക്കാൻ പോവുകയാണ്. നിങ്ങൾ ഉഷാറല്ലേ? നമുക്ക് സെറ്റായി പഠിച്ചാലോ? അറിവാകാശത്തിലെ അക്ഷരങ്ങൾ മണ്ണിൽ നിറവായി വിളയുന്നു. അറിവ് മണ്ണിൽ ആകാശമായി വിളയുന്ന ഒരു വലിയ ചിന്താസരണി ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വിജ്ഞാനം എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, ആ വിജ്ഞാനം വൈജ്ഞാനിക സമൂഹത്തിൽ എങ്ങനെ ഫലഭൂഷ്ടമായി പ്രചാരണം ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഈ ഒരു ലേഖനത്തിലൂടെ. നിങ്ങൾ സെറ്റാണോ? ഈ ഒരു പാഠഭാഗം ചിലപ്പോൾ ചിലർക്ക് മടുപ്പ് തരുന്ന പാഠഭാഗമായിരിക്കും. കാരണം കവിതയോ കഥയോ പോലെ എളുപ്പത്തിൽ പഠിച്ച് രസത്തോടുകൂടി പഠിച്ച് കേട്ടിരുന്ന് പോകാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പാഠഭാഗം അവസാനമായി നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം കൂടിയാണ്. അവസാന യൂണിറ്റിലെ ഇപ്പോൾ കൃത്യമായിരുന്ന ചോദ്യങ്ങൾ വരും. പ്രഭാഷണമോ ഉപന്യാസമോ 7 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പാഠഭാഗം പഠിക്കണം. ഈ ക്ലാസ് കേട്ടിരുന്ന നമ്മൾ ഈ പാഠഭാഗം സെറ്റാക്കി പഠിക്കാൻ പോവുകയാണ്. ഓക്കെ വേടാ? യെസ്, പോകുന്നു നമ്മുടെ പാഠഭാഗത്തിലേക്ക്. ശാസ്ത്രബോധവും യുക്തിചിന്തയും മുറുകെ പിടിച്ച് ആധുനിക ജീവിതത്തിലേക്ക് മുന്നേറിയ നാടാണ് കേരളം, അല്ലേ? ശാസ്ത്രബോധം, സയൻറ്റിഫിക്കായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട്, യുക്തിചിന്ത, നല്ല കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് മുറുകെ പിടിച്ച് ആധുനിക ജീവിതത്തിലേക്ക്, പുതിയ കാലത്തിലേക്ക് മാറിയ നാടാണ് ആര്? നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇവയോടൊപ്പം മതനിരപേക്ഷതയുടെയും സാമൂഹിക നീതിയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങളും കേരളീയ നവോത്ഥാനം ഉയർത്തിപ്പിടിച്ചിരുന്നു, അല്ലേ? എന്താ പറയണേ? സാമൂഹ്യ നീതി, ജനാധിപത്യത്തിൻ്റെ മൂല്യം, കേരളീയ നവോത്ഥാനം എല്ലാം ഉയർത്തിപ്പിടിച്ചിരുന്നു മലയാളികൾ. ആ ഒരു മാറ്റം നമുക്കിവിടെ കാണാനായി സാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും സമൂഹ ജീവിതത്തിൽ ആഴത്തിൽ വേരുകൾ ഇറക്കിയിരിക്കുന്നു. എന്നാൽ ഇന്ന് സമൂഹം എന്താ ചെയ്യുന്നത്? പുതിയ മാറ്റത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ മാറ്റം ഇന്ന് എന്താണ് ചെയ്യുന്നത് മക്കളെ? ആ പുതിയ കാലത്തിലേക്ക് നമ്മെ സഞ്ചരിപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് യുക്തിരാഹിത്യം, ഒരുപാട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. യുക്തിക്ക് ശിഥിലം വന്നിരിക്കുന്നു. അശാസ്ത്രീയതകളെ, ശാസ്ത്രപരമായ കാര്യങ്ങൾ വിട്ടുമാറിയിരിക്കുന്നു. അശാസ്ത്രീയമായ സമീപനങ്ങൾ കയറി വന്നിരിക്കുന്നു. സമൂഹ ജീവിതത്തിൽ ആഴത്തിൽ വേരുകൾ ഇറക്കിയിരിക്കുന്നു. പഴയ പോലെയെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. മതനിരപേക്ഷതയും സാമൂഹിക നീതിയും ജനാധിപത്യവും വെല്ലുവിളികൾ നേരിടുകയാണ്. ഇന്ന് മതനിരപേക്ഷത, അല്ലേ? ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ സിഖുകാരനെന്നോ പാഴ്സിയെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ വേർതിരിവില്ലാതെ നമ്മൾ കഴിഞ്ഞിരുന്ന കാലത്ത് നിന്ന് മാറി ഇന്ന് വീണ്ടും മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ, മതനിരപേക്ഷത ഇല്ലാതാകുന്നു. പിന്നെയോ സാമൂഹിക നീതി അപ്രത്യക്ഷമാകുന്നു, നീതിയില്ല. ജനാധിപത്യം വെല്ലുവിളികൾ നേരിടുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ കാല വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും സമൂഹത്തെ സജ്ജമാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് എഴുത്തുകാരൻ പറയുന്നത് പുതിയ കാലത്ത് ഒരുപാട് വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ട്. ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ അതിനൊക്കെ മാറ്റിക്കളയാൻ, അതിനൊക്കെ മാറ്റി പുതിയ ചിന്തയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നമ്മോട് പറയുന്നത്. ശാസ്ത്രവിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തുകയും ശാസ്ത്ര മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിച്ചുകൊണ്ട് മനുഷ്യരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുകയും ചെയ്യുക എന്നത് ഒരു പ്രധാന കർമ്മ പദ്ധതിയായി ഏറ്റെടുക്കേണ്ടതുണ്ട്, അല്ലേ? അതായത് ശാസ്ത്രബോധത്തിൽ മനുഷ്യനെ വളർത്തിയെടുക്കേണ്ടത് ഒരു പ്രധാന കർമ്മ പദ്ധതിയായി നമ്മൾ നേരിടേണ്ടതുണ്ട് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ശാസ്ത്രവിജ്ഞാനം, ശാസ്ത്രപരമായി നമുക്ക് അറിവുണ്ടാകണമെന്ന് എഴുത്തുകാരൻ പറയുകയാണ്. ശാസ്ത്രാവബോധം, ശാസ്ത്രത്തിൻ്റെ ബോധം നമുക്കുണ്ടാകണം, വളർത്തുകയും ചെയ്യണം. ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന്, ആ ശുഭാപ്തി വിശ്വാസികളായി നമ്മുടെ കുട്ടികളെ മാറ്റണമെന്ന് എഴുത്തുകാരൻ പറയുകയാണ്.
അതിൻ്റെ ഭാഗമായുള്ള വിജ്ഞാനോൽപാദനവും പ്രസാദരണവും നവസമൂഹ സൃഷ്ടിക്ക് ആവശ്യമായ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ പ്രധാനമായ ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? വിജ്ഞാനം പ്രസാരണം ചെയ്യണം. വിജ്ഞാനം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. നമ്മുടെ പുതിയ കാലത്തിൻ്റെ മാറ്റത്തിന് ആവശ്യമായ വിജ്ഞാനം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അത് വൈജ്ഞാനിക സമൂഹത്തിന് അടിസ്ഥാനപരമായ കാര്യമാണെന്ന് പ്രിയപ്പെട്ട എഴുത്തുകാരൻ പറയണം. മക്കളൊന്നുമില്ലടാ, ഇന്നത്തെ കാലത്ത് സമൂഹത്തിലെ ശാസ്ത്രത്തിനും യുക്തി പുതിയ ചിന്തകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ അതൊക്കെ കുറഞ്ഞു വരികയാണ്. ആ കാലത്ത് നമ്മൾ നല്ല ചിന്തകളോടുകൂടി നല്ല സർഗശേഷിയോടുകൂടി നമ്മൾ എന്ത് വേണം? വിജ്ഞാനം സ്വീകരിക്കണം. അത് പുസ്തകത്തിലൂടെ മറ്ററിവിലൂടെ ശാസ്ത്ര സാങ്കേതിക മേഖല ടെക്നോളജിയിലൊക്കെ നേടി അത് വൈജ്ഞാനികമായ അറിവോടുകൂടി സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് പറയുന്നത്. അതാണ് ഈ വലിയ ഭാഷയിൽ മുരളീധരൻ പറയുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഈ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്നത് അടിയന്തര കർത്തവ്യമാണ്. എന്നാൽ ഈ സമൂഹത്തെ വിജ്ഞാനപരമായി പരിവർത്തിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം എന്നാണ് പറയുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം വിജ്ഞാനത്തെ സാർവജനീനമാക്കാനും ജനാധിപത്യവൽക്കരിക്കാനും സഹായകമായിട്ടുണ്ടെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുമ്പോഴും ഡിജിറ്റൽ അസമത്വം പെരുകുകയാണെന്ന വസ്തുതയും കാണേണ്ടതുണ്ട്. എന്താ മക്കളെ പറയുന്നത്? ഈ സമൂഹത്തെ, ഇന്നത്തെ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്നത് അടിയന്തര കർത്തവ്യമാണ്. വിജ്ഞാന സമൂഹം എന്ന് പറഞ്ഞെന്താണ്? അറിവുള്ള സമൂഹമായി നമ്മൾ സമൂഹത്തെ മാറ്റണം. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, കൊലപാതകങ്ങൾ ഇതൊക്കെ പെരുകി വരുന്ന കാലഘട്ടത്തിലെ ദുരഭിമാന കൊലകളും അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും കയറി വരുന്ന കാലഘട്ടത്തെ ശാസ്ത്രത്തെ, സയൻസിനെ നമ്മൾ വളർത്തണമെന്നത് വലിയൊരു കാര്യമാണ്. അതിന് വിജ്ഞാനപരമായിട്ടുള്ള സമൂഹം നമുക്ക് വേണമെന്ന വലിയ കാര്യം ഇവിടെ പറയുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം വിജ്ഞാനത്തെ സാർവജനീനമാക്കാനും ജനാധിപത്യവൽക്കരിക്കാനും സഹായകമായിട്ടുണ്ടെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുമ്പോഴും ഡിജിറ്റൽ അസമത്വം പെരുകുകയാണെന്ന വസ്തുതയും കാണേണ്ടതുണ്ട്. അല്ലേ? ചൊവ്വയിലേക്ക് നമ്മൾ യാത്ര പോകാൻ പോവുകയാണ്. പെൺകുട്ടി തിരിച്ചു വരില്ലെന്നാണ് പറയുന്നത്. അത്രത്തോളം നമ്മൾ ഭൂമിയിൽ നിന്നും എവിടെ എത്തി? സ്പേസിലേക്ക് എത്തി. അപ്പോഴും എന്താണ്? ഡിജിറ്റൽ അസമത്വങ്ങൾ പെരുകി വരുന്നു. ഒരുപാട് ഡിജിറ്റൽ ആയിട്ടുള്ള വേർതിരിവുകൾ ഈ കാലത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്നത്. അത് സത്യമല്ലേ? ഒരുപാട് പൈസയുള്ള രാജ്യത്താണ് ഒരുപാട് അറിവുള്ളത്. അമേരിക്ക, ഇറ്റലി, ജപ്പാൻ, ജർമ്മനി, അല്ലെ, UAE, ഇവിടെയൊക്കെ ഒരുപാട് പണമുണ്ട്. അതുകൊണ്ട് അവിടെ ഒരുപാട് എന്താണ്? വിജ്ഞാനമായ സ്രോതസ്സുണ്ട്, നേട്ടങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യക്കും അതുണ്ട്. പക്ഷേ പണത്തിൻ്റെ പേരിൽ ഇന്ത്യ അത്ര ഉയർന്നില്ല. പക്ഷെ അതാണ് ഇന്ത്യൻ ന്യൂനത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് പണമുള്ള രാജ്യത്ത് ഒരുപാട് അറിവുണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. ഈ വിജ്ഞാനശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുന്നു. അല്ലേ? എന്താ പറയണേ? ഈ ഒരുപാട് സാമ്പത്തിക ശേഷിയുടെ രാജ്യങ്ങൾ ഒരുപാട് വിജ്ഞാനം കണ്ടുപിടിക്കുന്നു. ആ വിജ്ഞാനം ഉപയോഗിച്ച് ഒരുപാട് പൈസയും അവർ നേടുന്നുണ്ട്. റോബോട്ടൊക്കെ വിറ്റ് ഒരുപാട് പൈസയാക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങൾ. സാമ്പത്തിക ശേഷിയിലും വിജ്ഞാന സമ്പത്തിലും പിന്നിൽ നിൽക്കുന്നവർ കൂടുതൽ പിന്തള്ളപ്പെടുകയാണ്. എന്നാലോ സാമ്പത്തിക ശേഷിയിൽ ഒരു പണവും ഇല്ലാത്ത രാജ്യങ്ങൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഇന്ത്യ പിന്നെ കയറി വരുന്നുണ്ട്, അല്ലെ, പാകിസ്ഥാൻ. ഇതൊന്നും ചരിത്രങ്ങളിലോ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളിലോ എവിടെ എത്താത്ത രാജ്യങ്ങളായി മാറുന്നു. കാരണം പൈസയില്ല, അതുകൊണ്ട് തന്നെ അവർ എവിടെ എത്താനും പറ്റുന്നില്ല. പക്ഷെ ഇന്ത്യ കയറി വരുന്നുണ്ട്. ഇന്ത്യ ഡെവലപ്പിംഗ് ആണ്, വികസ്വരമാണ്, കയറി വരുന്നുണ്ട്. ഉയർന്ന സാക്ഷരത, അതായത് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം, ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല എന്നിങ്ങനെ വിജ്ഞാന സമൂഹമായി മാറുന്നതിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. വിജ്ഞാനമായിട്ട് മാറാൻ ഉതകുന്ന തരത്തിൽ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും എവിടെയുണ്ട് മക്കളെ? കേരളത്തിലുണ്ട് എന്നാ പറയണേ. കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും അധികാരികൾക്കുണ്ടാവുക എന്നതാണ് നിർണായക സംഗതി. അതുകൊണ്ട് തന്നെ ഇച്ഛാശക്തി, കൃത്യമായ കാഴ്ചപ്പാട് എന്നിവ അധികാരികൾക്കുണ്ടാകണമെന്നാണ് ആര് പറയുന്നത്? എഴുത്തുകാരൻ പറയുന്നത്. അധികാരികൾ, ഭരണാധികാരികൾക്ക് ഒരു രാജ്യം നന്നാക്കാൻ കൃത്യമായ ലക്ഷ്യം വേണം, പ്ലാനിങ് വേണം. അതോടൊപ്പം ശാസ്ത്രവും സാങ്കേതികത എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ നന്നാക്കാൻ ഭരണാധികാരികൾക്ക് സാധിക്കണമെന്നാണ് പറയുന്നത്. അതുകൂടി ഉണ്ടായാൽ വികസന രംഗത്ത് രൂപപ്പെട്ട കേരള മാതൃക പോലെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങൾക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി കേരളം മാറും. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി നമ്മുടെ കേരളം മാറുമെന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത്? അല്ലെ, എഴുത്തുകാരൻ പറയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത്. നമുക്കറിയാം, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ
ഒരുപാട് കൃതികൾ രചിക്കപ്പെടുമ്പോൾ, ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കപ്പെട്ട് വിജയിക്കുമ്പോഴാണ് ഒരു സാമൂഹിക ഭാഷ ഒരു വിജ്ഞാന ഭാഷയായി മാറുന്നത്. നവീന വിജ്ഞാനധാരകളെ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് അത് വിജ്ഞാന ഭാഷയായി മാറുന്നത്. നവീന വിജ്ഞാനധാരകൾ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. നവീനമായിട്ടൊരു ഭാഷ വളരുമ്പോഴാണ് അത് വിജ്ഞാന ഭാഷയായി മാറുക. എത്രമാത്രം വിജ്ഞാന മേഖലകളെ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുവോ അത്രമാത്രം ആ ഭാഷ വളരുന്നു എന്ന് പറയാം, അല്ലേ? ഒരു വിജ്ഞാന മേഖല വളരുമ്പോൾ ആ ഭാഷ വളരുന്നു. എത്രമാത്രം ആ ഭാഷയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അത്രയും ഭാഷയ്ക്ക് വളരാൻ സാധിക്കും, എഴുത്തിലൂടെ വായനയിലൂടെ ഒക്കെ. വിജ്ഞാന മേഖല നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഓരോ വിഷയ മേഖലയിലും പുതിയ അറിവുകൾ കടന്നു വരുന്നു എന്ന് മാത്രമല്ല, പുതിയ പുതിയ വിജ്ഞാന ശാഖകളും നിരന്തരമായി രൂപപ്പെടുന്നുണ്ട്, അല്ലേ? ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതോടൊപ്പം തന്നെ പുതിയ വിജ്ഞാന ശാഖകളും രൂപപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഓരോ വിജ്ഞാനത്തിനും അത്തരത്തിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവ കൈകാര്യം ചെയ്യാൻ നാം ദൈനംദിന വ്യവഹാരത്തിന് ഉപയോഗിച്ചു പോരുന്ന ഭാഷ മാത്രം പോരാ, വിനിമയം ചെയ്യുന്ന വിഷയമേഖലയുടെ പ്രത്യേകതക്കനുസരിച്ചും അവയുടെ സങ്കീർണതയ്ക്കനുസരിച്ചും വിജ്ഞാന ഭാഷയുടെ ശൈലിയും മാറ്റങ്ങൾ വന്നു ചേരും. അപ്പോൾ വിജ്ഞാന ഭാഷയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരണം. എഴുത്തിലൂടെയും വായനയിലൂടെയും ഒക്കെ ഒരുപാട് ഭാഷ മാറാനുണ്ട്. അങ്ങനെ ആ ഭാഷ മാറി ആ സാഹിത്യം, ആ ഭാഷ സാമൂഹികപരമായിട്ടൊരു വൈജ്ഞാനികമായി മാറണം. എല്ലാവരിലേക്കും ആ ഭാഷ ഒരേ തമ്മിൽ എത്താനും സാധിക്കണമെന്നാണ് പറയുന്നത്. അതിന് ട്രാൻസ്ലേഷൻ, വിവർത്തനത്തിന് അത് പ്രാധാന്യമുണ്ട് കേട്ടോ. ട്രാൻസ്ലേഷൻ, അതായത് ഒരു ഭാഷയിൽ എഴുതിയ കൃതി മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അവിടെയും വികാസം പ്രാപിക്കുന്നു, വിജ്ഞാനങ്ങൾ വൈജ്ഞാനികമായി മാറുന്നു. ആധുനിക വിജ്ഞാന പ്രസാരണത്തിന് അനിവാര്യമായ പുത്തൻ പദാവലികളുടെ ആവിഷ്കാരം, അതിനനുസൃതമായ ഭാഷാപ്രയോഗങ്ങളുടെ പരീക്ഷണം, ശാസ്ത്ര സാങ്കേതിക ശബ്ദാവലികളുടെ നിർമ്മാണം, ഉയർന്ന നിലവാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളുടെ വിവർത്തനം, വ്യത്യസ്ത ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളെ അധികരിച്ച് മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഒരു ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റാൻ കഴിയും. അതായത് നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റാൻ കഴിയുക എന്നാണ് പറയുന്നത്. പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും, അല്ലേ? പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ വിജ്ഞാനങ്ങൾ മലയാള ഭാഷയിൽ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ ഭാഷകൾ കണ്ടുപിടിക്കുക, പുതിയ പദങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ അറിവുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ വിജ്ഞാന ഭാഷ വളരുമെന്ന്, വൈജ്ഞാനിക സമൂഹമായി മാറുമെന്ന് എഴുത്തുകാരൻ പറയുന്നു. മലയാളത്തിൽ ഉൽപ്പാദിപ്പിച്ച വിജ്ഞാനങ്ങളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തുനിയുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലെത്തുന്നത്. ഇപ്പോൾ വിവർത്തനത്തിലൂടെ മറ്റു ഭാഷയിൽ എഴുതിയ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോഴാണ് നമ്മുടെ മലയാള ഭാഷ വികസിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു ഭാഷയിൽ എഴുതിയ കൃതി മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതാത് ഭാഷകളുടെ സംസ്കാരങ്ങൾ, ജനജീവിതങ്ങൾ, ചിന്തകൾ, പാരമ്പര്യങ്ങൾ, തലമുറകളുടെ വ്യതിയാനങ്ങൾ എല്ലാം തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. അത്തരത്തിൽ വൈജ്ഞാനിക ഭാഷ ഉയരേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അതിന് വിവർത്തനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കാണാൻ സാധിക്കും. വൈജ്ഞാനിക സമൂഹം, അതായത് അറിവുള്ള സമൂഹം എന്ന സങ്കല്പത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. മാനവ സമൂഹത്തെ അതതു കാലത്തെ സവിശേഷതകൾക്കനുസരിച്ച് പ്രത്യേക പേരുകൾ നൽകി വിശേഷിപ്പിച്ചു പോരാറുണ്ട്. കാർഷിക സമൂഹം, വ്യാവസായിക സമൂഹം, മുതലാളിത്ത സമൂഹം തുടങ്ങിയ വിശേഷണങ്ങൾ അങ്ങനെയാണ് രൂപം കൊള്ളുന്നത്. ഈ ഒരു രീതിയുടെ തുടർച്ചയാണ് ഇന്നത്തെ മാനവ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉൽപാദന വ്യവസ്ഥയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അറിവിന് കൈവന്ന മേൽക്കൈ മുൻനിർത്തിയാണിത്. മുമ്പൊരിക്കലും അനുഭവപ്പെടാത്ത തരത്തിലുള്ള വേഗതയിലും വ്യാപ്തിയിലുമാണ് ഇന്ന് വിജ്ഞാന മേഖലകൾ വളർന്നത്, അല്ലെ? ഇന്ന് വിജ്ഞാന മേഖല മുമ്പെങ്ങുമില്ലാത്ത ഒരു വ്യാപ്തിയിൽ, ഒരു സഞ്ചാരത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പൊരിക്കലും അനുഭവപ്പെടാത്ത തരത്തിലുള്ള വേഗതയിലും വ്യാപ്തിയിലുമാണ് ഇന്ന് വിജ്ഞാന മേഖലകൾ വളർന്നു വരുന്നത്. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ജീനോമിക്സ്, നാനോ ടെക്നോളജി തുടങ്ങിയ നവീന രംഗങ്ങളിലെ മുന്നേറ്റങ്ങൾ മനുഷ്യരാശിയുടെ ഗതിവിഗതികളെ ഒട്ടാകെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയാണ്, അല്ലേ? മനുഷ്യരാശിയുടെ ഒരു മാറ്റത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു. റോബോട്ടിക്സ് വന്നു, ജീനോമിക്സ് വന്നു, നാനോ ടെക്നോളജി വന്നു. ഈ മാറ്റങ്ങളാണ് ഇവിടെ പറയുന്നത്. സമകാലിക സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിച്ച് തുടങ്ങുന്നത് 1970-കളോടെയാണ്,
അല്ലേ? സമകാലിക സമൂഹത്തെ വൈജ്ഞാനിക സമൂഹമായി വിശേഷിപ്പിക്കുന്നു. അതെപ്പോഴാണ്? 1970-കളിലൂടെയാണ് എന്ന് പറയുന്നു. 80-കളോടെ ഇത് കൂടുതൽ വ്യാപകമായ തോതിൽ ഉപയോഗിച്ചു തുടങ്ങി. 80-കളാകുമ്പോൾ നമ്മുടെ വൈജ്ഞാനിക മേഖല വളർന്നു വലുതായി മാറി എന്ന് പറയുന്നു. അപ്പോൾ പഴയ കാലത്തിലെ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ഉണ്ട്. അതൊക്കെ ഓരോ കാലം കഴിയുമ്പോൾ വികസിച്ച് വരുന്നു. ഇന്ന് 2026 എന്തൊക്കെ മാറ്റങ്ങളാണ് മക്കൾ നമുക്ക് വന്നത്? ആ മാറ്റങ്ങളൊക്കെ തന്നെ ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നുമുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതികളാൽ പ്രചോദിതമാകുന്നതും സംസ്കാരം, ഭാഷ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതുമാണ് വൈജ്ഞാനിക സമൂഹം. വൈവിധ്യം കൊണ്ടും ശേഷി കൊണ്ടും പരിപോഷിക്കപ്പെടുന്ന ഒന്നാണ് അത്, അല്ലേ? ഓക്കെ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതികളാൽ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് പുരോഗതികളുണ്ട്. ഇതുമായി പ്രചോദിതമാകുന്നതും സംസ്കാരം, ഭാഷ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതുമാണ് വൈജ്ഞാനിക സമൂഹം. വൈവിധ്യം കൊണ്ടും ശേഷി കൊണ്ടും പരിപോഷിക്കപ്പെടുന്ന ഒന്നാണ് അത് എന്ന് പറയുന്നത്. അപ്പോൾ വൈജ്ഞാനികമായ ഒരു മാറ്റത്തിലാണ് നമ്മുടെ വൈജ്ഞാനിക സമൂഹം വളർന്നു വരിക. ശാസ്ത്ര മേഖലയിൽ, സാങ്കേതിക മേഖലയിൽ, റോബോട്ടിക്സിൽ, അല്ലേ, ഇതിലൊക്കെ നമ്മൾ ഒരുപാട് മാറ്റം കൊണ്ടുവന്നു. ഇനിയും ഒരുപാട് മാറുമെന്നാണ് പറയുന്നത്. നിരന്തരമായി അറിവ് സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല വൈജ്ഞാനിക സമൂഹത്തിൽ സംഭവിക്കുന്നത്, മറിച്ച് സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ പോഷിക്കപ്പെടുന്ന അറിവിൻ്റെ പ്രസാരണവും അവിടെ പ്രധാനമാണ്. അറിവ് നിർമ്മിക്കുക മാത്രമല്ല, അതെല്ലായിടത്തും എത്തിക്കുക എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് പ്രധാനം. ഒരു അറിവ് ഉത്ഭവിച്ചാൽ എല്ലായിടത്തും അറിവ് എത്തണം. അങ്ങനെയാണ് വൈജ്ഞാനിക സമൂഹം വളർച്ചയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. പുതുതായി ഉൽപ്പാദിക്കപ്പെടുന്ന അറിവുകളും നാട്ടിൽ നിലനിൽക്കുന്ന തനത് അറിവുകളും സമന്വയിപ്പിക്കാനും അവയെ നിരന്തരമായി പ്രയോജനപ്പെടുത്തി നാടിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതി ഉറപ്പുവരുത്താനും കഴിയുന്ന ഒന്നിനെയാണ് വൈജ്ഞാനിക സമൂഹം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക. അപ്പോൾ സാമൂഹികമായിട്ട് നാടിന് ഉയർത്താൻ സാധിക്കണം. അതിനെയാണ് സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായി പുരോഗതി വരുത്താൻ നമുക്ക് സാധിക്കണം നാടിനെ. അങ്ങനെയാണ് അതിനെ എന്തായി വിളിക്കാൻ സാധിക്കുക? വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കാനായി സാധിക്കും എന്ന് പറയുന്നത്. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ സ്വതന്ത്രമായി പങ്കുചേരാനുള്ള അവകാശം തുടങ്ങിയ ഘടകങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആധുനിക വിവര സമൂഹം മുൻകാലങ്ങളിലെ വൈജ്ഞാനിക സങ്കല്പങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ഒന്നായി മാറുന്നുവെന്ന് യുനെസ്കോ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ആധുനിക വിവര സമൂഹം ഒരുപാട് മാറി. പണ്ടത്തിൽ നിന്നും ഒരുപാട് അറിവുകൾ മാറി. ഇന്ന് അറിവുകൾ സുതാര്യമായി എല്ലാവരിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ഇതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് ഗൂഗിളിൽ നിന്ന് ടൈപ്പ് ചെയ്ത് എത്ര അറിവുകൾ നമുക്ക് കിട്ടുന്നില്ലേ? അത് ആർക്ക് വേണമെങ്കിൽ എവിടെ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലേ? അതാണ് അറിവിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്, സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ സ്വതന്ത്രമായി പങ്കുചേരാനുള്ള അവകാശമുണ്ട്. ഒരുപാട് സമൂഹം മാറിയിരിക്കുന്നു വൈജ്ഞാനികമായി എന്ന് കാണാൻ സാധിക്കും. പണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല താഴ്ന്ന ജാതിക്കാർക്ക്, അങ്ങനെ ഉണ്ടായിരുന്നു സമൂഹം. പക്ഷെ ഇന്ന് എല്ലാവരും ഒരുമിച്ച് സുന്ദരമായി ജീവിക്കുന്നില്ല. അതാണ് വൈജ്ഞാനികമായ അറിവുകൾ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത്. വിവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാനവ പുരോഗതിക്ക് വേണ്ടി വിജ്ഞാനം നിർമ്മിക്കാനും പ്രയോഗിക്കാനുമായി തിരിച്ചറിയൽ, ഉൽപ്പാദിപ്പിക്കൽ, ക്രമീകരിക്കൽ, പരിവർത്തിപ്പിക്കൽ, പ്രസരിപ്പിക്കൽ എന്നീ ശേഷികളുള്ള സമൂഹങ്ങളാണ് വൈജ്ഞാനിക സമൂഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വിജ്ഞാനപരമായിട്ട് മാറ്റം കൊണ്ടുവരാൻ സമൂഹത്തിൽ സാധിക്കണമെന്ന് പറയുന്നു. ബഹുത്വം, കൂട്ടിച്ചേർക്കൽ, ഐക്യപ്പെടൽ, പങ്കാളിത്തം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ശക്തമായ സാമൂഹിക വീക്ഷണം ഇവയ്ക്ക് ആവശ്യമാണെന്നും വൈജ്ഞാനിക സമൂഹങ്ങളിലേക്ക് എന്ന യുനെസ്കോ രേഖ അടിവരയിടുന്നു. ഭാഷകളുടെ പ്രശ്നത്തെ കൂടി അഭിസംബോധന ചെയ്ത് വൈജ്ഞാനിക സമൂഹ നിർമ്മിതി സാധ്യമാകൂ എന്നും യുനെസ്കോ രേഖ അഭിപ്രായപ്പെടുന്നു. അതായത് ഭാഷകൾ നേരിടുന്ന പ്രശ്നം, ഒരു ഭാഷ നഷ്ടപ്പെടുമ്പോൾ ആ സംസ്ഥാനം, ആ സ്ഥലം തന്നെ ഇല്ലാതാകുന്ന അർത്ഥം. അതുകൊണ്ട് ഭാഷയെ കൂടി മുറുകെ പിടിക്കണം, വൈജ്ഞാനിക ഭാഷ സംരക്ഷിക്കണം എന്ന് ആര് പറയുന്നു? യുനെസ്കോ പറയുന്നുണ്ട്. ലോകത്ത് നിലനിൽക്കുന്ന ബഹുഭാഷിതത്വം, അത് ഒരുപാട് ഭാഷകളിലെ മൾട്ടിലിംഗ്വിലിസം, ബഹുസംസ്കാരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ ഭാഷകൾ സംരക്ഷിക്കണം. മലയാളം, തെലുങ്ക്, കന്നഡ, തുളു, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളൊക്കെ ഉണ്ട്. അതൊക്കെ സംരക്ഷിക്കണം എന്ന് പറയുന്നു. എന്നാൽ സംസ്കാരം പോലും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തനത് അറിവുകളുടെ സംരക്ഷണത്തിലും പ്രാദേശിക ഭാഷകളുടെ പങ്ക് വളരെ വലുതാണ്.
പ്രാദേശിക ഭാഷയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് സംസ്കാരങ്ങളെ സംരക്ഷിക്കുന്നതിൽ. കേരളം വൈജ്ഞാനിക സമൂഹമായി മാറണമെങ്കിൽ വലിയ തോതിൽ വിജ്ഞാനം ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം, അല്ലേ? ഒരുപാട് വിജ്ഞാനം ഇവിടെ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ കേരളം വൈജ്ഞാനികമായി ഉയരൂ. എഴുത്തുകൾ വരണം, വിവർത്തനങ്ങൾ വരണം, സാഹിത്യകാരന്മാർ വരണം, കഥകൾ, കവിതകൾ, നാടകങ്ങൾ, തിരക്കഥകൾ, നോവലുകൾ, ഇതൊക്കെ കടന്നു വന്നാലേ നമ്മുടെ സാഹിത്യം കടന്നു വന്നാലേ മലയാള ഭാഷ വികസിക്കൂ എന്ന് ആര് പറയുന്നത്? എഴുത്തുകാരൻ പറയുന്നത്. വിഷയത്തിൽ അവഗാഹം ഉണ്ടാകുമ്പോഴേ വിജ്ഞാനോത്പാദനം നടക്കൂ. നല്ല അവഗാഹം, നല്ല അറിവുണ്ടാകണം, പാണ്ഡിത്യം ഉണ്ടാകണം വിഷയത്തിൽ. ഉന്നത ബിരുദങ്ങൾ നേടി എന്നതുകൊണ്ട് ഒരാൾക്ക് ആ വിഷയത്തിൽ അവഗാഹം ഉണ്ടായി എന്നർത്ഥമില്ല. ഉന്നത ബിരുദം നേടിയാൽ അയാൾ മികച്ചതായി മാറിയെന്ന് അർത്ഥമില്ല, മറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കണം സമൂഹത്തിന് വേണ്ടി. അവഗാഹം രൂപപ്പെടാൻ നല്ലത് സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കലാണ്. സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ആൾക്കാർക്ക് എത്തിക്കും വിധം നല്ല കൃതികൾ രചിക്കുക, വിജ്ഞാന സമൂഹമായി, വൈജ്ഞാനിക സമൂഹമായി സമൂഹത്തെ ഉയർത്തുക, അതൊരു എഴുത്തുകാരൻ്റെ കടമ കൂടിയാണ്. അറിവ് നിർമ്മാണം എന്നത് സാമൂഹികമായ ഒരു പ്രക്രിയയാണ്. ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്നത് പോലും അറിവായി മാറുന്നത് സാമൂഹികമായ ഇടപെടലിലൂടെയാണ്. അപ്പോൾ അറിവ് നിർമ്മാണം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സാമൂഹികമായ ഒരു ഇടപെടലാണ്. ഇമ്പോർട്ടൻ്റ് ആട്ടോ, സാമൂഹികമായ ഇടപെടൽ. ക്ലാസ് മുറിയിൽ അധ്യാപകൻ മാത്രമാണ് അറിവ് തരുന്നത്, അല്ല, വിദ്യാർത്ഥികൾ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അറിവ്. അങ്ങനെ ഷെയറിംഗ് മെന്റാലിറ്റി പങ്കുവയ്ക്കുമ്പോഴാണ്, സാമൂഹിക ഇടപെടലിലാണ് നമ്മുടെ അറിവുകൾ, വിജ്ഞാനങ്ങൾ എന്താണ് പങ്കുവെക്കപ്പെടുന്നതെന്ന് അർത്ഥം. സമൂഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് അത് നടക്കുക. സമൂഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് വിജ്ഞാനം ഫലപ്രദമായി നടക്കുന്നത്. മാതൃഭാഷ അധിഷ്ഠിത പഠനത്തിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇവിടെയാണ് മാതൃഭാഷ അധിഷ്ഠിത പഠനത്തിൻ്റെ പ്രാധാന്യം കാണാൻ സാധിക്കുക. ഒപ്പം ആധുനിക വിജ്ഞാന മേഖലകളെ കൈകാര്യം ചെയ്യാൻ കഴിയും വിധം മലയാള ഭാഷയെ പരിവർത്തിക്കുകയും വേണം. അങ്ങനെ ആധുനിക വിജ്ഞാന മേഖലകളെ കൈകാര്യം ചെയ്യാൻ വിധം മലയാള ഭാഷയും കൂടി പരിവർത്തിപ്പിക്കണം, വികസിപ്പിക്കണം എന്ന് പറയുന്നു. അങ്ങനെ മലയാള ഭാഷയെ കൂടി വികസിപ്പിച്ചു വേണം സാഹിത്യത്തിലും മറ്റെല്ലാ മേഖലയിലും ശാസ്ത്രത്തിലും ഭാഷയെ വികസിപ്പിച്ചാൽ മാത്രമേ അതൊരു വൈജ്ഞാനിക സമൂഹമായി മാറൂ എന്നാണ് CM മുരളീധരൻ നമ്മുടെ ഈ പാഠഭാഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. സെറ്റല്ലേ മക്കളെ? അടിപൊളി. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പ്രധാന ചോദ്യോത്തരങ്ങൾ പെട്ടെന്ന് പഠിച്ചു പോയാലോ? എപ്പോഴാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത്? ഓപ്ഷൻസ്: കൂടുതൽ ആളുകൾ സംസാരിക്കുമ്പോൾ, അതിൽ സാഹിത്യകൃതികൾ ഉണ്ടാകുമ്പോൾ, നവീന വിജ്ഞാനധാരകൾ ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ, അതിന് പഴക്കമുണ്ടാകുമ്പോൾ. എന്താ ഉത്തരം? നവീന വിജ്ഞാനധാരകൾ ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ, പുതിയ വിജ്ഞാനങ്ങളെ, അറിവുകളെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത്. സമകാലിക സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? ജനസംഖ്യ വർദ്ധിച്ചതുകൊണ്ട്, വ്യവസായങ്ങൾ വർദ്ധിച്ചതുകൊണ്ട്, ഉൽപാദന വ്യവസ്ഥയിൽ അറിവിന് കൈവന്ന മേൽക്കൈ കാരണം, കാർഷിക രംഗത്തെ പുരോഗതി കാരണം. എന്താ ഉത്തരം? ഉൽപാദന വ്യവസ്ഥയിൽ അറിവിന് കൈവന്ന മേൽക്കൈ കാരണം എന്നാണ് ഉത്തരം. ഓക്കെ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ, അത് പഠിച്ചു പോകണം. ഡിജിറ്റൽ അസമത്വം എന്നതുകൊണ്ട് ലേഖകൻ അർത്ഥമാക്കുന്നത് എന്താണ്? ഡിജിറ്റൽ അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമല്ലാത്ത അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്, അല്ലേ? എന്താണ്? വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമല്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നത് ഡിജിറ്റൽ അസമത്വം. ഡിജിറ്റൽ അസമത്വം എന്ന് പറഞ്ഞെന്താണ്? വിവര സാങ്കേതിക വിദ്യ എല്ലാവർക്കും എത്താത്ത അവസ്ഥ. ചിലർക്ക് ഫോൺ ഉണ്ടാവില്ല, ഇന്റർനെറ്റ് ഉണ്ടാകില്ല, ലാപ്ടോപ്പ് ഉണ്ടാവില്ല, കമ്പ്യൂട്ടർ ഉണ്ടാവില്ല, സിഗ്നൽ ഉണ്ടാവില്ല, എല്ലാം തികഞ്ഞിട്ട് ആൾക്കാർ അവരെവിടെയെങ്കിലും ആയിരിക്കും. ഇത്തരത്തിൽ ഡിജിറ്റലായിട്ട് എല്ലാവർക്കും എല്ലാ രീതിയിലും വിജ്ഞാനം കിട്ടാത്ത അവസ്ഥയാണ് ഡിജിറ്റൽ അസമത്വം എന്ന് പറയുന്നത്. സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളും വ്യക്തികളും പുതിയ സാങ്കേതിക വിദ്യകളും അതുവഴിയുള്ള വിജ്ഞാനവും കൈവശപ്പെടുത്തുമ്പോൾ അല്ലാത്തവർ കൂടുതൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ സാമ്പത്തിക ശേഷിയുള്ള രാജ്യത്തിൽ മാത്രം ഈ ഒരു വിജ്ഞാനം, ഈ ഡിജിറ്റൽ ഉണ്ടാകുന്നു, ബാക്കിയുള്ള രാജ്യത്തും എന്താണ്? ഡിജിറ്റൽ അസമത്വം കടന്നു വരുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം: പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും. ഈ വാക്യത്തിൻ്റെ സൂചന എന്ത്? എന്താ മക്കളെ? പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും. ഈ വാക്യത്തിൻ്റെ സൂചന എന്താണ്? ഒരു ഭാഷയുടെ പ്രാധാന്യവും സ്വീകാര്യതയും വർദ്ധിക്കുന്നത് ആ ഭാഷയിൽ മൗലികമായ വിജ്ഞാനങ്ങൾ ഉൽപ്പാദിക്കപ്പെടുമ്പോഴാണ് എന്നതാണ് സൂചന. മലയാളത്തിൽ പ്രധാനപ്പെട്ട അറിവുകൾ ഉണ്ടാകുമ്പോൾ ആ അറിവുകൾക്കായി മറ്റു ഭാഷക്കാർ മലയാളത്തെ ആശ്രയിക്കുകയും വിവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഇത് ഭാഷയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. അതായത് മലയാളത്തെ ആശ്രയിക്കുകയും വിവർത്തനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു ഭാഷ വളരുക. അതുകൊണ്ട് പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉണ്ടാകണമെങ്കിൽ വിവർത്തനങ്ങൾ
വിവർത്തനം, അതായത് ട്രാൻസ്ലേഷൻ കൃതികൾ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അടുത്തൊരു ചോദ്യം, കേരളത്തിന് ഒരു വിജ്ഞാന സമൂഹമായി മാറാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ലേഖനം പറയുന്നു? പ്രധാനപ്പെട്ട ചോദ്യം, 5 മാർക്കിൻ്റെ ചോദ്യം. ഈ ചോദ്യം പ്രതീക്ഷിക്കാട്ടോ, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. എന്താണ് കേരളത്തിനൊരു വിജ്ഞാന സമൂഹമായി മാറാൻ എന്തൊക്കെ വേണമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്? നോക്കാം. ഉയർന്ന സാക്ഷരത, നല്ല വിദ്യാഭ്യാസം വേണം, മികച്ച ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വേണം, സ്ഥാപനങ്ങൾ വേണം, കോളേജുകൾ, സ്കൂളുകൾ വേണം, വിദ്യാഭ്യാസത്തോടുള്ള പൊതുവായ താല്പര്യം, അതിനപ്പുറം താല്പര്യം വേണം, പഠിക്കണമെന്ന താല്പര്യം വേണം. പിന്നെയോ ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല എന്നിവയാണ്, ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല വേണം എന്നിവയാണ് കേരളത്തിന് ഒരു വിജ്ഞാന സമൂഹമായി മാറാൻ അനുകൂലമായ ഭൗതിക സാഹചര്യങ്ങളായി ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലേ മക്കളെ? എന്താണ്? കേരളത്തിന് ഉയർന്ന സാക്ഷരത വേണം, പിന്നെയോ മികച്ച ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ വേണം, വിദ്യാഭ്യാസത്തോടുള്ള പൊതുവായ താല്പര്യം നമുക്കുണ്ടാകണം, ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല, ടെക്നോളജി പരമായിട്ടുള്ള സാമൂഹിക സുരക്ഷാ ശൃംഖല വേണം. ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ കേരളം വിജ്ഞാനപരമായി ഉയരുമെന്ന് എഴുത്തുകാരൻ പറയുന്നത്. ഇതൊക്കെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നുവല്ലേ? ഇവയോടൊപ്പം കൃത്യമായ കാഴ്ചപ്പാട് വേണം, വിഷൻ വേണം, നല്ല വിഷൻ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഇവയോടൊപ്പം കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തി, നല്ല ഇച്ഛാശക്തിയും അധികാരികൾക്ക് ഉണ്ടായാൽ കേരളത്തിന് ഈ ലക്ഷ്യം നേടാനാവും. അപ്പോൾ കൃത്യമായ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായാൽ മാത്രമേ, കൃത്യമായ പ്ലാനിങ് ഉണ്ടായാൽ മാത്രമേ കേരളം എന്തായി മാറും മക്കളെ? ഒരു വിജ്ഞാന സമൂഹമായി മാറാൻ കഴിയുമെന്നുകൂടി ലേഖകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അടുത്തൊരു ചോദ്യം, മാതൃഭാഷ അധിഷ്ഠിത പഠനത്തിൻ്റെ പ്രാധാന്യം ലേഖകൻ വ്യക്തമാക്കുന്നത് എങ്ങനെ? മക്കളെ, മാതൃഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് ലേഖകൻ വ്യക്തമാക്കുന്നത്? അറിവ് നിർമ്മാണം ഒരു സാമൂഹിക പ്രക്രിയയാണെന്നും അത് ഏറ്റവും നന്നായി നടക്കുന്നത് സമൂഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് ലേഖൻ പറയുന്നു. അല്ലേ? സമൂഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് അറിവ് നിർമ്മാണം നടക്കുന്നത് ലേഖൻ പറയുന്നു. സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് വിഷയത്തിന് ശരിയായ അവഗാഹം ഉണ്ടാകുന്നത്. തൻ്റെതായ മാതൃഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. മാതൃഭാഷയിലൂടെ അറിവ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. നമ്മുടെ കവിതയിലടാ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പറയുന്നത് അതുതന്നെയാണ്. അവനവൻ്റെ ഭാഷയിലൂടെയാണ് കാര്യങ്ങൾ നേടിയെടുത്താൽ ആ അറിവ് നിലനിൽക്കുമെന്ന് പറയുന്നു. ക്ലാസ് മുറിയിലെ പഠനം പോലും യഥാർത്ഥ അറിവായി മാറുന്നത് മാതൃഭാഷ ഉൾപ്പെടുന്ന സാമൂഹിക ഇടപെടലിലൂടെയാണ്. മാതൃഭാഷയിലൂടെയാണ് ക്ലാസ് മുറിയിൽ അറിവ് പോലും നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുക. അതിനാൽ വിജ്ഞാനോൽപാദനത്തിനും വൈജ്ഞാനിക സമൂഹ നിർമ്മിതിക്കും മാതൃഭാഷ അധിഷ്ഠിത പഠനം അനിവാര്യമാണ് ലേഖനം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിജ്ഞാനത്തിന്, നമ്മുടെ വളർച്ചയ്ക്കെല്ലാം തന്നെ മാതൃഭാഷയുടെ പങ്ക് വളരെ വലുതാണെന്ന് ലേഖകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ, നമ്മൾ ഈ ഒരു പാഠഭാഗം പഠിച്ചതിൽ നമ്മുടെ ഈ ഒരു പാഠഭാഗം വിജ്ഞാനപരമായി നമ്മൾ കടന്നു പോകേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥമായ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ വൈജ്ഞാനിക സമൂഹത്തിന് വളരാൻ വിജ്ഞാന ഭാഷയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ടല്ലേ? വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും അത്തരത്തിൽ CM മുരളീധരൻ ഈ പാഠത്തിലൂടെ പറയുന്നത് നമ്മുടെ ഭാഷയിലൂടെ നമുക്ക് സംസ്കാരം വളർത്താൻ സാധിക്കണം, നാട്ടുഭാഷ സംരക്ഷിക്കണം, പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ കടന്നു വരണമെങ്കിൽ ആ വിവർത്തനങ്ങൾ ഉണ്ടാകണം. അതുമാത്രമല്ല, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകണം. നമ്മുടെ സ്വന്തം ഭാഷയിലൂടെ കാര്യങ്ങൾ കേട്ട് വളരണം. സാഹിത്യകൃതികൾ വളർന്നാൽ മാത്രമേ സാമൂഹിക തലത്തിൽ വൈജ്ഞാനിക ഭാഷ വളരൂ, വൈജ്ഞാനിക സമൂഹം വളരൂ എന്ന വലിയ പോയിന്റ് കൂടി പാഠഭാഗം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി പഠിക്കുക. വളരെ പ്രാധാന്യമുള്ള ലേഖനമാണ്. എല്ലാവർക്കും നല്ല മാർക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.